SNDP യോഗം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. ഹൈക്കോടതി വിധി അട്ടിമറിക്കാനാണ് നീക്കം. കോടതി വിധിക്ക് അനുസരിച്ചല്ല ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതെന്നും SNDP സംരക്ഷണ സമിതി ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. SNDP യോഗം ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിന് എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകണമെന്നാണ് ഹൈക്കോടതി വിധി. എന്നാൽ ഇത് അട്ടിമറിക്കപ്പെടുകയാണെന്ന് SNDP സംരക്ഷണ സമിതി കണ്ണൂർ ജില്ലാ ഭാരവാഹികൾ ആരോപിച്ചു. 200 പേർക്ക് ഒരു പ്രതിനിധി എന്ന നിലയിൽ ശാഖകളിൽ കൂടി തിരഞ്ഞെടുക്കുകയോ നോമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പ്രതിനിധികളാണ് സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ 2019 ശേഷം യോഗം തെരഞ്ഞെടുപ്പ് നടത്താൻ നിലവിലെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സാധിച്ചിരുന്നില്ലെന്നും സംരക്ഷണ സമിതി ആരോപിച്ചു. ഹൈക്കോടതി കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള SNDP യോഗത്തിലെ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം എന്നുള്ള ചരിത്ര വിധിയാണ് പുറപ്പെടുവിച്ചുള്ളത്. അതുവരെ 200 അംഗങ്ങൾക്ക് ഓരോ ശാഖയിൽ നിന്നും 200 അംഗങ്ങൾ ഉള്ള ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് ഒന്നുകിൽ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നോമിനേഷൻ, അവരാണ് SNDP യോഗത്തിൻ്റെ ഭാരവാഹികളെ, സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമായിട്ടുള്ള അല്ലെങ്കിൽ സംഘടനയായിട്ടുള്ള SNDP യോഗത്തിൽ പ്രാതിനിധ്യ വോട്ട് സമ്പ്രദായമില്ല. പ്രാതിനിധ്യ വോട്ട് സമ്പ്രദായം മാറി എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം എന്നുള്ള വിധിയാണ് 2022 ഉണ്ടായിട്ടുള്ളത്. ആ വിധിക്കനുസരിച്ച് ഇന്നേ വരെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഭാരവാഹിത്തിൽ ഇരിക്കുന്ന ജനറൽ സെക്രട്ടറിയോ മറ്റുള്ളവരോ തയ്യാറായിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റും അതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള SNDP യോഗം വർഷാവർഷം അവരുടെ വരവ് ചെലവ് കണക്കും ബാലൻസ് ഷീറ്റും ഓഡിറ്റ് റിപ്പോർട്ടും കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. തുടർച്ചയായിട്ട് 3 വർഷത്തിലധികം സമർപ്പിക്കാതിരുന്നാൽ SNDP യോഗം ഭാരവാഹികൾ അയോഗ്യത കൽപ്പിക്കപ്പെടേണ്ടതാണ്. 2013 പൊളിച്ചെഴുതപ്പെട്ട കമ്പനി നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ കമ്പനി ഡയറക്ടറായിട്ടുള്ള ഭാരവാഹികൾ എല്ലാം DIN നമ്പർ നിർബന്ധമായിട്ടും എടുക്കേണ്ടത്. DIN എന്ന് പറയുന്നത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. SNDP യോഗത്തിലെ ഭൂരിഭാഗം ഡയറക്ടർമാർ, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഭൂരിഭാഗം അംഗങ്ങൾക്കും DIN നമ്പർ ഇല്ല എന്നുള്ളതാണ് പരാതിയിൽ കണ്ടെത്തിയത്. വൈസ് പ്രസിഡന്റായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിക്ക് 2 DIN നമ്പറാണ്. ഒരാൾക്ക് 2 പാസ്പോർട്ട് എടുക്കുന്ന മാതിരിയാണ്. SNDP സംരക്ഷണ സമിതി നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായാണ് 2022 ഹൈക്കോടതി യോഗം അംഗങ്ങൾക്കെല്ലാം വോട്ടവകാശമെന്ന ചരിത്രവിധി പുറപ്പെടുവിച്ചത്. ഈ വിധി നടപ്പാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ അംഗത്വ പട്ടിക തയ്യാറാക്കാൻ യോഗം സെക്രട്ടറി ചുമതലപ്പെടുത്തിയ അരിയാക്കണ്ടി സന്തോഷ് ഇതുവരെ ശാഖകളിലെ വോട്ടർ പട്ടിക ശേഖരിച്ച് നൽകിയിട്ടില്ലെന്നും സംരക്ഷണ സമിതി ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MP രാജൻ, ജില്ലാ സെക്രട്ടറി M വിനോദ് കുമാർ, വൈസ് പ്രസിഡന്റ് AM ജയറാം, ട്രഷറർ E അജിത്, ജില്ലാ ചെയർമാൻ രാജീവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.